ആണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പം ഈ കാണുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം ഇതാണ് ഇതിന്റെ തെളിവ്. ഇവള് ഒളിച്ചോടി പോയതാണ് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഹലോ, ഞാൻ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു രാവിലെ. അക്ഷരനെ കുറിച്ച് ചെയ്തൊരു വീഡിയോ. അപ്പൊ അത് നിങ്ങൾ ഓള് സഫർ ചെയ്ത കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഷഹളൊക്കെ ഒരു ചകള. ഇതിപ്പോ ഒരു കുടുംബ പദ്ധതിയായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. പോയിട്ടുള്ള CCTV വിഷ്വൽസ്, അതിനുശേഷം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വോയിസ് സഹിതം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് വെക്കാം. ഈ ഒരു വീഡിയോ നമ്മൾ ഒറ്റത്തവണ ചെയ്തിട്ടുള്ളായിരുന്നു. ആ ചെയ്തതിനകത്ത് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭർത്താവിന് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം. കാരണം അവൻ ആ മാധ്യമത്തിന് കൊടുക്കുന്ന ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് ഈ കിടന്ന് സംസാരിക്കുന്നത്. പക്ഷേ അത് മാധ്യമത്തിന് മുന്നിലോട്ട് തുറന്ന് പറയുമ്പോഴത്തേന് കുടുംബത്തുണ്ടാവുന്ന മാനാഭിമാനം, അതിന് എന്തെങ്കിലും ഒരു കോട്ടം തട്ടിയാലോ എന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ പെണ്ണ് ഇറങ്ങിപ്പോകാനുള്ള കാരണം ഭർത്താവ് നിരന്തരം പൈസ അയച്ചുകൊണ്ടിരുന്നത് സ്വന്തം സഹോദരിക്കാണ്. ആ സഹോദരി വഴിയായിരുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഡയറക്റ്റ് ഈ പറയുന്ന ഒളിച്ചോടി പോയ ഷഹളയ്ക്ക് ഒരു വോയിസ് ആ വീട്ടിലില്ലായിരുന്നു എന്ന തരത്തിലുള്ള പല കാര്യങ്ങളും. അങ്ങനെയായിരുന്നു 16-ാം തീയതി വീട്ടിൽ നിന്നും ബാങ്കിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുമായിട്ടും സ്വർണ്ണമായിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഏതാണ്ട് 13 പവൻ എടുത്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നൊക്കെ പറയുന്നത്. പോയിരിക്കുന്ന ആരാ? ഒരു നല്ലൊരുത്തനാണെങ്കിൽ ആണോ എന്ന് നമുക്ക് പറയാം. അതുമല്ല, അതൊരു കല്യാണം കഴിഞ്ഞ ഒരു 3 കുട്ടികളുള്ള ഒരാൾ ഈ 3 കുട്ടികളെയും ആ തള്ളയും കളഞ്ഞിട്ടാണ് ഈ കൊച്ചിനെയും ഈ പെണ്ണുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇനി ദൈവത്തിനറിയാം ആ സ്വർണ്ണം തീർന്നു കഴിയുമ്പോൾ തീരാവുന്ന കാര്യമുള്ളോ ഒരു അന്താളിപ്പാണോ എന്നുള്ളത്. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഒരു സ്ത്രീ ഇറങ്ങി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം അതിനകത്ത് കാണും. ഒന്നെങ്കിൽ ഫിസിക്കലി, ഇല്ലെങ്കിൽ മെന്റലി ഉള്ള ടോർച്ചർ, അതല്ലെന്നുണ്ടെങ്കിൽ സെക്ച്വലി സാറ്റിസ്ഫൈ ആവുന്നില്ല, അതുമല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു റീസൺ എവിടെങ്കിലൊക്കെ ഒരിടത്ത് കാണുവടേ. ഇത് കാണാതൊന്നും ഈ പരിപാടി ഇതൊന്നും നടക്കത്തില്ല. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ പെണ്ണിറങ്ങിപ്പോകാനുള്ള കാരണം വീട്ടിലെ കുറച്ച് കാര്യങ്ങളാണ്, വീട്ടിലെ ഇഷ്യൂ ആണ്, അവിടെ ഒരു വിലയില്ല, അവിടെ ഒരു വോയിസ് ഇല്ല എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പല രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ആകാം, ആയിരിക്കാം. പക്ഷേ ഈ ഒരു രീതിയിൽ ഒരു കല്യാണം കഴിയാത്ത ഒരാളോടാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളുമായിട്ടാണ് ഈ ഒരു പരിപാടി നടക്കുന്നതെങ്കിലും ഓക്കെ, കാണുന്നവർക്കെങ്കിലും ചെറുതായിട്ടെങ്കിലും അങ്ങനെ എടുക്കാം, അതൊരു കാരണമാക്കി എടുക്കാം. പക്ഷേ ഇത് അതല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്കിതൊന്നും നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 18-ാം തീയതി 7-ാം മാസം 2026 രാവിലെ 10:40 ഒരു CCTV ഫൂട്ടേജ് വരുന്നത്. അതായത് തട്ടിക്കൊണ്ട് പോയതല്ല, ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിപ്പോയതൊന്നുമില്ല, സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ പോയതാണ്. ആ നിൽക്കുന്ന നിപ്പ് കണ്ടാൽ തന്നെ അറിയാം, കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അതായത് ഒരു കടയിൽ ഒരു മിഠായി മേടിക്കാനായിട്ട്, കുഞ്ഞിന് മിഠായി മേടിക്കാനായിട്ട് കയറുന്നതാണ്. കടയിലെ CCTV വിഷ്വൽസാണ്. അവിടെ വ്യക്തമായിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നത്. കുഞ്ഞ് കൂടെ തന്നെ ഉണ്ട്. അപ്പം സ്വന്തം ഇഷ്ടപ്രകാരവും സ്വന്തം ആവശ്യപ്രകാരവും തന്നെ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടും ഒരു വോയിസും ഉണ്ട്, കൂട്ടുകാരിയുടെ ഒരു വോയിസും ഇതിനകത്തുണ്ട്. ഞാൻ ആ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് വെക്കാം. ആദ്യം നമുക്ക് ഈ CCTV വിഷ്വൽസ് ഒന്ന് കാണാം. ഇവളെ ഒളിച്ചോടി പോയതാണോ, അല്ല അവൾ ആരെങ്കിലും തട്ടിക്കൊണ്ടതാണോ, അല്ലെങ്കിൽ അവള് അവിടെ എവിടെയെങ്കിലും പോയി നിന്നതാണോ, അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ പോയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അലമൊളി വിളിക്കുന്ന ഒരുപാട് ഓൺലൈൻ ആങ്ങളമാരുണ്ടായിരുന്നു. അവർ ചോദിച്ചത് കാരണം പോലീസ് നീയാണോ ജഡ്ജി, നീയാണോ തീരുമാനിക്കുന്നത്, അവൾ ഒളിച്ചോടി പോയതല്ല, അവൾ ഇങ്ങനെ പോയതാണ്, അങ്ങനെ പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ചിട്ട് വന്ന ഒരുപാട് അവന്മാർക്കുള്ള മറുപടിയാണ് ഈ CC ക്യാമറ ദൃശ്യങ്ങൾ. ഈ CC ക്യാമറയില് ഈ വ്യക്തിയോടൊപ്പം ഈ സ്ത്രീ ഒരു ബേക്കറിയാണ്. ഈ വീഡിയോ ചെയ്യുന്ന പുള്ളി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഈ പെണ്ണ് ഒളിച്ചോടി പോയതാണ് എന്നും സമ്മതിക്കാനായിട്ട്. CCTV ഫുട്ടേജ് ഒക്കെ നിന്ന നിപ്പിൽ എവിടുന്നോ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഞാനൊരു വീഡിയോയ്ക്കകത്ത് കണ്ട് മുസ്ലിം സ്ത്രീകൾക്കാണ് ഇത് കൂടുതലായിട്ട് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം. നിങ്ങൾക്കിടയിൽ തന്നെ ഒന്ന് ചെയ്യുക. എവിടെങ്കിലും ഫ്രീഡം ഫൈറ്റേഴ്സ് ഇരിപ്പുണ്ടോന്നും ഫ്രീഡം കിട്ടാതിരിപ്പുണ്ടോന്നും അങ്ങനെയൊക്കെ നോക്കുക. ചിലപ്പം അതൊക്കെ ഒരു നാട്ടിൽ നടക്കുന്ന, ഇപ്പം ഒരേപോലെ തന്നെ ഒരു സ്കൂളിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ ഒരു നാട്ടിൽ കൂട്ടുകാരികളായിട്ടിരിക്കുന്ന 2 പെണ്ണുങ്ങൾക്ക് 2 രീതിയിലുള്ളൊരു ഫ്രീഡമാണ് ഒരു കുടുംബത്തിൽ നിന്നും കിട്ടുന്നതെങ്കിൽ അവർ ചിലപ്പോൾ ചിന്തിക്കും ഇതാണോ നല്ലത്, അതാണോ നല്ലതെന്ന്. അതൊന്ന് വ്യക്തമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ ഉദ്ദേശിച്ച ഒരു കാര്യത്തിന്റെ ഒരു തീരുമാനം നിങ്ങൾക്ക് തന്നെ കിട്ടും. മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നതും കുട്ടിക്ക് ഐസ്ക്രീം അടക്കം വാങ്ങിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പം ഈ കാണുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പൊ ഇതാണ് ഇതിന്റെ തെളിവ്. ഇവള് ഒളിച്ചോടി പോയതാണ് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഞാനൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ തെളിവുകളും അതിന്റെ ആളുകളിൽ നിന്നുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും പ്രകാരമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് പോകുന്നതൊന്നുമല്ല. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. കാരണം ഇവര് ഒളിച്ചോടി പോകുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ കയറിയതും അവിടുന്ന് ഭക്ഷണം, ഫുഡ് ഐറ്റംസുകളും ചോക്ലേറ്റുകളും കുട്ടിക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നതും കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ. ഇനി നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? അപ്പം ഇത് കുറെ ആൾ ചോദിക്കുന്നുണ്ട്, നീ ജഡ്ജാണോ, നീ വക്കീലാണോ, നീ പോലീസാണോ എന്നുള്ളത്. പോലീസുകാർക്ക് പോലും ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സമയം എടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് എന്തായി എന്നുള്ളത് പോലും അറിയാതെ അവർ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് ഇവർ ഫോണും എല്ലാം ഉപയോഗിക്കാതെ നിന്നതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് പോലും കണ്ടെത്താൻ വേണ്ടിയിട്ട് വൈകിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾ ഇതിലേക്ക് ഞാൻ പറയട്ടെ, ഏതൊരു കാര്യത്തിലും ജനങ്ങൾ പുറപ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ തൂഫാന് മാതിരി പോലീസും ജനങ്ങളും ഒന്നിച്ചിട്ട് ഇറങ്ങിയാൽ ഇതിനെ തുടച്ചു നീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊന്നും നമ്മുടെ കേരളത്തിൽ ഇല്ല.
മാത്രമല്ല അതുപോലെ തന്നെ ഇതിൽ ജനങ്ങൾ ഇത് കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഈ CC ക്യാമറ ദൃശ്യങ്ങൾ കിട്ടിയത്. എനിക്ക് തോന്നുന്നത് ഇവർ ഹസ്ബൻഡിനോ പോലീസിനോ പോലും ഈ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടായില്ല എന്നാണ്. ബ്രോ ആക്ച്വലി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോ പോലീസ് പിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? അവന്റെ ഭാര്യ അവന് ഇഷ്ടമല്ലാതെ മറ്റൊരുത്തിന്റെ കൂടെ പോയി, ഇനി അവന് പിടിച്ചു വലിച്ചുകൊണ്ടുവന്നിട്ട് ആ പെണ്ണിനെ വേണമെന്നോ? ആ കുഞ്ഞ് അതിന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇഷ്ടമാ അത്. ആ കുഞ്ഞിന്റെ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ തീരുമാനം എടുക്കേണ്ട, അല്ലാതെ പോലീസുകാരോടെ ചെന്നിട്ട് അവരെ അടിക്കാനോ നീ എന്തിനാണ് അവന്റെ കൂടെ പോയത് എന്നും പറഞ്ഞ് പിടിച്ചു മാറ്റാനോ ഒന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ ഈ ഓൺലൈൻ ആങ്ങളെ കളിക്കുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലെ ഇരുന്ന് വീഡിയോസോ സംഭവങ്ങളൊക്കെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഇതിന്റെ ഒരു പ്രാക്ടിക്കാലിറ്റി അല്ലെങ്കിൽ ഒരു നിയമവ്യവസ്ഥയൊക്കെ ഉണ്ടല്ലോ. നിയമവ്യവസ്ഥ അവന്റെ കൂടെ പോകണമെന്നാ അവൾ ആഗ്രഹിക്കുന്നെങ്കിൽ പോയേ പറ്റൂ, അല്ലെങ്കിൽ വിട്ടേ പറ്റൂ. അല്ലാതെ അവിടെ പിടിച്ചിർത്താനും മറ്റേ കൂടെ പറഞ്ഞു വിടാനും നടക്കത്തില്ല. പഴയ നാടമ്പി സെറ്റപ്പും പരിപാടിയൊന്നും അല്ല അത്. അവൾക്ക് അവനെ ഇഷ്ടമല്ല, അവരുടെ തമ്മിലുള്ള ഫാമിലി റീസൺസിനകത്ത് അവനെ ഇഷ്ടമല്ല, അവൾ പോയി. ആ പോയത് അവളുടെ മാത്രം വ്യക്തിപരമായ താല്പര്യം, വ്യക്തിപരമായ ഇഷ്ടമാണ്. പിന്നെ അതിനകത്ത് നമുക്കുള്ള വിയോജിപ്പ് എന്താണ്? ഈ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഇരിക്കുന്ന സമയത്ത് അവനെ ചതിച്ചിട്ട് പോകുന്ന ഒരു കാര്യം, ഒന്നാമത്തെ വിയോജിപ്പ്. 2, ഈ കല്യാണം കഴിഞ്ഞ് 3 കുട്ടികളുള്ള ഒരു വ്യക്തിയായിട്ട് പോകുന്നത്, അത് വിയോജിപ്പ്. അത് അവളുടെ കാണിച്ച പരിപാടിയോടുള്ള വിയോജിപ്പാണ് നമുക്ക്. പക്ഷേ എക്സാക്ട്ലി നിങ്ങൾ നിയമോട് നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ കൂടെ തന്നെ പറഞ്ഞു കൊടുത്തോളൂ, അവൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞാൽ പോയേ പറ്റൂ, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ പിടിക്കാനും എടുക്കാനും പിടിച്ചു നിർത്താനൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. നാട്ടുകാരനെ അവിടെ കൂട്ടത്തോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തോ നടക്കാനാ? അതൊക്കെ കഴിഞ്ഞ്, ആ കാലവും കഴിഞ്ഞ്. കൂട്ടത്തോടെ എടുക്കുന്ന പരിപാടിയും കാലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അതൊന്നും നമ്മളിനി നമ്മുടെ ജാതകവുമായിട്ടും നമ്മുടെ നാടുമായിട്ടൊന്നും ഇപ്പം കമ്പയർ ചെയ്ത് എടുത്ത് വെക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് ഒരു ഫ്രണ്ടിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ വോയിസ് ക്ലിപ്പ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ടൊന്ന് വെക്കാം. ഹലോ, ഞാൻ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു രാവിലെ. അത് ശൈലാക്ഷറിനെ കുറിച്ച് ചെയ്തൊരു വീഡിയോ. അപ്പൊ അത് നിങ്ങൾ ഓള് സഫർ ചെയ്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ ഞാൻ അത് കണ്ട സമയത്ത് എനിക്ക് നിങ്ങളോട് ഇത് പറയണം തോന്നി. അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഞാൻ അറിഞ്ഞ വ്യക്തിയാണ്, ഞാനവളെ ഒരു ഫ്രണ്ടാണ്, ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ പറയാം. കാരണം നമ്മള് ഇങ്ങനെ ഓരോ തവണ സംസാരിക്കുന്ന സമയത്ത് ഓള് പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളിപ്പോ പറഞ്ഞത് ഞാൻ കണക്ട് ചെയ്തപ്പോ ഭയങ്കരമായിട്ട് അവൾ അനുഭവിച്ച ഒരു കുട്ടി തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ അവള് ചെയ്തത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. 100% ചെയ്തത് തെറ്റാണ്. പക്ഷെ എന്നാലും ഓള് ഒരുപാട് അനുഭവിച്ച കുട്ടി. ഇപ്പൊ ഞാൻ കുറെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ട് പ്രവാസിയുടെ ഭാര്യ കുറെ സുഖങ്ങളൊക്കെ അനുഭവിച്ച് അവനെ പറ്റിച്ച് പോയി എന്നൊക്കെ. പക്ഷെ ആ സുഖങ്ങളൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. വോയിസ് ഇടുമ്പോൾ നമ്മൾ ഒരിക്കലും കരുതരുത് ഞാൻ അവളെ അനുകൂലിക്കുന്ന ഒരാളാണെന്ന്. ഞാൻ ഇപ്പോഴും ഞാൻ ഒരേ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. കാരണം അവള് ചെയ്തത് 100% ഇതല്ല ഓള് ചെയ്യേണ്ട കാര്യങ്ങള്. ഒന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞ മാതിരി വീട്ടിലേക്ക് തിരിച്ചു പോവാനോ വീട്ടുകാരോട് പറയാനോ ഒക്കെ ചെയ്യാനോ. പക്ഷെ മുന്നൊരിക്കൽ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അവൾ വീട്ടിൽ പറഞ്ഞ് പിന്നെ എല്ലാം പ്രയാസങ്ങളും മാറുന്നുള്ള രീതിയിൽ ഹസ്ബൻഡിന്റെ വീട്ടുകാർ പറഞ്ഞുകൊണ്ടാണ് അവള് തിരിച്ചു പോയത് എന്നുള്ളത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു മാറി നിൽക്കുന്ന പ്രകൃതമായിരുന്നു അവള്, എല്ലാത്തിനും. കാരണം ഈവൻ ഇപ്പൊ നമ്മളെവിടെയും പോവാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് പറയില്ലേ ഞാനിങ്ങനെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും മാറി നിൽക്കുന്നു. മുന്നൊന്നും ഒരു 3 വർഷം മുന്നൊന്നും നമുക്ക് അവളെ കോണ്ടാക്ട് ചെയ്യാനേ പറ്റിയില്ല. കാരണം ആ സമയത്ത് ഒരു മൊബൈൽ ഫോൺ വരെ ഇല്ലാത്തൊരു ഇതായിരുന്നു. അപ്പൊ പറയില്ല നമ്മളോട് മൊബൈൽ ഇല്ലായിട്ടാണെന്ന്. പിന്നെ ഒരിക്കലും ഞാനിങ്ങനെ അങ്ങനെ ചോദിച്ച സമയത്ത് അന്ന് എനിക്ക് മൊബൈൽ ഇല്ലായിരുന്നു, അത് കംപ്ലൈന്റ് ആയി പോയി, ഇപ്പോഴാണ് എനിക്ക് മൊബൈൽ കിട്ടിയത്. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ ഇത്രയും കാലമായിട്ട് ഈ ഒരു മൊബൈൽ വാങ്ങാത്തതെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു അതൊക്കെ വലിയൊരു സ്റ്റോറിയാണ് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നിങ്ങളിപ്പോ ഇതില് GPay വരെ ഇല്ല എന്നുള്ള പറഞ്ഞ കാര്യം, ഞാന് ഒരു ദിവസം ഒരു സ്കാനർ ഇന്ത്യയിൽ കിട്ടി പറഞ്ഞ ഇതൊന്ന് പേ ചെയ്യോ. അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് ഞാൻ എന്റെ ഇടാം. അപ്പൊ എല്ലാവരുടെ കയ്യിൽ എപ്പോഴും ബാലൻസ് ഉണ്ടാവണമെന്നില്ലല്ലോ. അന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ചെയ്യാൻ ഈ ചെയ്തോ, ഞാനിപ്പോ കുറച്ച് തിരക്കിലാന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു അതല്ല എനിക്ക് അക്കൗണ്ട് ഇല്ലാത്തോണ്ടാണ്, എന്റെ ഉണ്ടെങ്കിൽ ഈ ചെയ്യില്ലെങ്കിൽ ഞാന് വേറെ ആരെങ്കിലും കൊണ്ടുപോയി ഇടിയിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രശ്നമല്ല, ഞാൻ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് ആ പൈസ ഞാൻ ചെയ്തും കൊടുത്തു. അപ്പോ ഞാൻ ചോദിച്ചു അതെന്താ എനിക്ക് GPay ഇല്ല എന്നുള്ളത് ചോദിച്ച സമയത്ത് പറഞ്ഞില്ല, അത് ഞാനിതുവരെ അത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു ചിലർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ അതിനെ കുറിച്ചൊന്നും ചോദിച്ചില്ല.
കേട്ടില്ലേ? ഈ 2026 ആ പെൺകുട്ടിയുടെ കയ്യിൽ ജിപേ ഇല്ല, അത് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കണമെന്ന് അല്ലെങ്കിൽ ജിപേയുടെ ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരികളോട് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പം ഇന്നലെ ദിവസം ഒരു സംഭവം വന്നായിരുന്നല്ലോ, കയ്യിൽ പൈസ കൊടുക്കത്തില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അഭ്യൂഹങ്ങളൊക്കെ പല ചാനലുകളിൽ വന്നായിരുന്നു. അതൊക്കെ സ്ഥിരീകരിക്കുന്ന, അതൊക്കെ കറക്റ്റാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു കാര്യം. ഇത് ആരെയും കുറ്റപ്പെടുത്തുമൊന്നുമല്ല, ഭർത്താവിനെയും കുറ്റപ്പെടുത്തുമല്ല, അവരെയും ഞാൻ കുറ്റപ്പെടുത്തുമല്ല, ആരെയെല്ലാം രണ്ട് സപ്പോർട്ട് ചെയ്ത് പറയുമല്ല. പക്ഷേ ഇതുപോലെ ജീവിക്കുന്ന സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട് ഈ നാട്ടിൽ. അവർക്ക് നിങ്ങളൊരു അല്പം മാറ്റം കൊടുക്കുക. മാറ്റം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടപടൽ ഇതുപോലെ ചിലപ്പോൾ മൂഞ്ചിയിരിക്കാം പലരും. ആ മൂഞ്ചലിലേക്ക് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അല്പം പല കാര്യങ്ങളൊക്കെ നോക്കാം, ഇത്രേ ഉള്ളൂ. അവളറിയുന്ന ഒരാളോട് ചോദിച്ചു അവളുടെ ലൈഫ് എങ്ങനെയാണെന്ന് ഒരു കല്യാണ വീട്ടിൽ കണ്ട സമയത്ത് ഞാൻ ചോദിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു പാവം കുട്ടിയാണ്, എന്താ നല്ലൊരു കുടുംബിനിയാന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ചിന്തിച്ചു, പിന്നെന്തായിരിക്കും ഇവള് മറക്കുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ ആലോചിച്ചു. ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്യുന്ന സമയത്ത് ഞാൻ അവളോട് ചോദിച്ചാ പറഞ്ഞു, ഇവിടെ ഉമ്മക്ക് ചെറിയ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്, അപ്പൊ അത് ഞാന് നോക്കണം. പിന്നെ ഹസ്ബൻഡ് ഇവിടെ നാട്ടില് ജോലിയാണ്, പിന്നെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കാണ്. അപ്പൊ ഞാനിപ്പോ മുന്നിൽ പഴയ കല്യാണം കഴിച്ച വീട്ടില് ബാക്കിലൊക്കെ പൊളിച്ച രീതിയിലാണ്. ഞാനിപ്പോ മുന്നിൽ ഒരു ഷീറ്റ് ഇട്ടിട്ട് അവിടാണ് ഞാൻ നിൽക്കാറ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് അവള് വോയിസ് എന്റെ കയ്യിൽ ഇല്ലാണ്ടായിരിക്കും, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരു പ്രൂഫ് ആക്കിയിട്ട് നിങ്ങൾ ഇപ്പൊ എത്രത്തോളം വിശ്വസിക്കുന്ന എനിക്കറിയില്ല, പക്ഷെ എങ്കിൽ ഒരു പ്രൂഫ് ആക്കിയിട്ട് പക്ഷെ ഞാൻ എന്റെ ഫോണ് മാറിയ സമയത്ത് ആ വോയിസ് ക്ലിപ്പ് ഒക്കെ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളതുപോലെ ഒരു കല്യാണ വീട്ടിൽ കണ്ട സമയത്താണ് ഞാൻ അവളോട് ഒന്നുകൂടെ സംസാരിച്ചു തുടങ്ങിയത്. കാരണം ഫോണിലൂടെ ഇപ്പൊ എനിക്ക് ലിമിറ്റേഷൻസ്, ഞാനിവിടെ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോ എനിക്ക് അങ്ങനെ അധികം സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റാറില്ല. എന്നാലും ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സൗണ്ട് കുറച്ചിട്ടാ അവള് വോയിസ് ഇടാ. ഞാൻ ചോദിച്ചിട്ടുണ്ടായി, എന്താ ഇങ്ങനെ വോയിസ് ഇടുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞ് സിസ്റ്ററിലോ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. സിസ്റ്ററിലോ പിന്നെ അതേപോലെ മദറിലോ. അതാരാ സിസ്റ്ററിലോ ആരാന്ന് മനസ്സിലായി കാണുമല്ലോ. അതായത് ഭർത്താവ് പൈസകളും കാര്യങ്ങളും വീട്ടിലെ ചെലവുകളെല്ലാം നടത്താനായിട്ട് ഒരു സഹോദരിയുടെ കൈ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ആ സഹോദരി സിസ്റ്ററിലോ, ഭർത്താവിന്റെ സഹോദരി, അവർ വീട്ടിലുണ്ട്. അതുകൊണ്ടായിരിക്കും പയ്യെ സൗണ്ട് വെച്ച് സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, അടുത്തുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലാവൂലേ എന്നുള്ള, വോയിസ് ക്ലിയർ ആവൂലേ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു, കേൾക്കുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ എന്നോട് പറഞ്ഞ അതും എനിക്ക് ശീലാണ്. ചിലപ്പോ ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോ സിസ്റ്ററിലോ അടുത്തുണ്ടാവും, അപ്പൊ ഓള് ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും എനിക്ക് ടൈപ്പ് ചെയ്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചു സിസ്റ്ററിലോ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ ചോദിച്ചു. അപ്പൊ പറഞ്ഞ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, കാരണം ഞാന് ഇപ്പൊ അവളുടെ വീട്ടിലാന്ന് പറഞ്ഞു, സിസ്റ്ററിലോന്റെ വീട്ടിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ സൗണ്ട് കുറച്ചത്. കാരണം ഓല് മേബി ശ്രദ്ധിക്കുകയാണെങ്കിൽ മോശമല്ലേ എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഇവിടെ എങ്ങനെ ഇവിടെ താമസിക്കാൻ പോയതാണോ? അങ്ങനെ അല്ല, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. ഇവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വിളിക്കും, അപ്പൊ ഞാൻ ആ പണികളൊക്കെ ചെയ്യും. ചെയ്ത് എന്നപ്പോ ഞാൻ ചോദിച്ചു, അപ്പൊ എനിക്ക് എന്റെ വീട്ടില് പണിയില്ലേ എന്നുള്ള വീഡിയോ ചോദിച്ചപ്പോ പറഞ്ഞു അത് ഞാൻ ചെയ്ത് വെച്ച് അവളുടെ മകൻ ഉണ്ടല്ലോ, മോനെ സ്കൂളിൽ നിന്ന് കൂട്ടി ഞാൻ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഹസ്ബൻഡ് ഒന്നും പറയില്ല എന്നുള്ളത് ഞാൻ ചോദിച്ചു. പറഞ്ഞ ഇല്ല, അതിപ്പോ നമ്മൾ ആദ്യം ഇങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ അതിനൊക്കെ എന്ത് പറയാന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു. അപ്പൊ മകന്റെ വോയിസ് ഞാൻ കേട്ടു. ഉമ്മ ആന്റിയൊക്കെ എപ്പോഴും ആന്റിയാന്ന് തോന്നുന്നു, ആന്റിക്ക് എപ്പോഴും ഇവിടുന്ന് പണിയെടുത്ത് കൊടുക്കും, ആന്റി എപ്പോഴും ഉമ്മനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുള്ള മോനെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വോയിസ് ഇടുന്ന സമയത്ത് പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ നമ്മളൊരു ഫണ്ണായിട്ട് ചോദിച്ചു, അതെന്തിനാ ഇനി അവർക്ക് പോയി പണിയെടുത്ത് കൊടുക്കുന്നത്? അവള് വേറെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്താലേ, പിന്നെ നീ അവിടെ പോയിട്ട് അവർക്ക് പണിയെടുത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ പറഞ്ഞ ഒന്നും നമ്മളൊന്നും പ്രതികരിക്കില്ല, അത് മിണ്ടാതെ കേട്ട് നിൽക്കുകയുള്ളൂ. പിന്നെ ഒരു ദിവസം
കുറെ ഗ്യാപ്പിന് ശേഷം ഞാൻ ഒരു ദിവസം എന്തോ ഒരു സ്റ്റാറ്റസ് ഉണ്ടപ്പോ ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് ചോദിച്ചു എവിടെയാണെന്നൊക്കെ ചോദിച്ചു സമയത്തുണ്ട് ഞാൻ എന്റെ വീട്ടിലുണ്ട്. ഞാൻ ചോദിച്ചു എന്താ വീട്ടിൽ വന്നത്, അപ്പൊ പറഞ്ഞു ഞാൻ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഹസ്ബൻഡിന്റെ സിസ്റ്ററുമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പൊ ഞാനിനി തിരിച്ചു പോകുന്നില്ല എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പൊ ഇപ്പോ ഹസ്ബൻഡ് വന്ന് ഞാനിപ്പോ അങ്ങോട്ട് പോവാന് നിൽക്കാണെന്നുള്ള രീതിയിലൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യവും ഞാൻ ശ്രദ്ധിച്ചു. കാരണം തിരിച്ച് വീട്ടുകാര് പറഞ്ഞയച്ചതല്ല, പക്ഷെ മറിച്ച് ഹസ്ബൻഡ് എന്താ ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് നൽകിയതിന്റെ പേരിലാണ് അവള് തിരിച്ച് അവളുടെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയത്. ഒരു കാര്യത്തിന് നമ്മൾ എന്തൊരു കാര്യം പറയുകയാണെങ്കിലും ഒന്നിനും അവള് ഇറങ്ങില്ല. കാരണം മേബി ചിലപ്പോ ഫിനാൻഷ്യൽ ഇഷ്യൂ അതൊക്കെ എല്ലാവർക്കും വരുന്ന കാര്യമാണ്. എന്താ എല്ലാവരുടെ ലൈഫിലും നേരിടാൻ പോകുന്ന പ്രശ്നമാണ്. എപ്പോഴും ഇപ്പൊ ഇതിലേ പോണ എന്താ പൈസയും കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ലല്ലോ. അതൊക്കെ സഫർ ചെയ്ത് അപ്പൊ എന്നോട് പറഞ്ഞ വീട് പണിയാണ്, അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഹസ്ബൻഡിന്, അപ്പൊ ഒന്ന് ഗൾഫിൽ പോകണോ, ഗൾഫിൽ പോയാലെന്തെല്ലോ സെറ്റ് ആവും എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഇതിനുള്ള നോക്കിക്കൂടെ എന്ന് പറഞ്ഞപ്പോ ഹസ്ബൻഡിന് താല്പര്യമില്ല പോവാന്. അപ്പൊ പിന്നെ ഞാനെങ്ങനെ പറഞ്ഞയക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെ പ്രശ്നങ്ങൾ മാറാനല്ലേ, എനിക്ക് ആ ഷെഡിൽ ഞാൻ പറഞ്ഞില്ല ആ ഷെഡിൽ നിന്ന് മാറി താമസിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അതെ, പക്ഷെ അത് ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. അപ്പൊ ഹസ്ബൻഡ് പോവുകയാണെങ്കിൽ തന്നെ ഈ വീടിന് ഇപ്പൊ നിൽക്കുന്ന ഷെഡിന് ഒരു അടിച്ചുറപ്പില്ല, അപ്പൊ എന്തെങ്കിലും ആക്കി ആ വീട്ടിലെ ഒരു റൂമെങ്കിലും വൃത്തിയാക്കിയിട്ട് അതിലേക്ക് മാറാൻ ശ്രമിക്കണം, അങ്ങനെ പോവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോ പിന്നെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോ എപ്പോഴും ഒരു സങ്കടം തയ്യലിച്ച രീതിയിലുള്ള സംസാരങ്ങളായിരിക്കും. എന്താ എപ്പോഴും എന്തിനൊക്കെ ആഗ്രഹിച്ച് എവിടെ എത്താൻ പറ്റാത്ത. പക്ഷെ ഒരിക്കലും ഒരു ഹസ്ബൻഡിനെ കുറ്റം അവൾ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല കേട്ടോ. അല്ലെ ഹസ്ബൻഡ് ചെയ്തു. ഹസ്ബൻഡ് മൊത്തത്തിൽ ഒരു സൈലന്റ് പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മളൊരു വോയിസ് എടുക്കുമ്പോൾ പോലും അല്ലെങ്കിൽ അവിടുന്ന് പോലും എന്താ അങ്ങനെ പോലും ഒരു സൗണ്ട് ഞാൻ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഒന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ അപ്പൊ എനിക്ക് നിങ്ങൾ പറഞ്ഞത് ഞാൻ കണക്ട് ചെയ്തപ്പോ എനിക്ക് തോന്നി സിസ്റ്ററിലായിരിക്കും അവളുടെ ഇഷ്യൂ എന്നുള്ളത്. കാരണം ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞ വോയിസും അതേപോലെ അവൾ അവിടെ പണിയെടുക്കാൻ പോയ രീതിയിലും ഒക്കെ പറഞ്ഞ സമയത്ത് നിങ്ങൾ പറഞ്ഞ വോയിസോടെ തൊട്ട് ഞാൻ കണക്ട് ചെയ്തു. അത് ശരിയാവാന്നല്ല ശരിയാണ്. പിന്നെ അതുപോലെ എന്നോട് ഞങ്ങൾ രണ്ടുപേരെയും കോമൺ ആയിട്ട് അറിയുന്ന ഒരാൾ എന്നോട് പറഞ്ഞു ഈ ശകല ഒന്നിൽ വരില്ല, അപ്പൊ ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും വരില്ല, പഴയ പോലെ അല്ല, ഇതിലൊന്ന് മാറി നിൽക്കും, മേ ബി പിശുക്ക് കൊണ്ടാവാന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊരിക്കലും അങ്ങനെയല്ല, ഓരോരുത്തരുടെ ലൈഫിന്റെ സിറ്റുവേഷനും ഓരോക്കെ അറിയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്നതൊക്കെ അറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞു എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാന് അവളുടെ ലൈഫ് ഞാനായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ അതൊക്കെ എന്തേലും ഓരോ ജീവിതം ഓരോ രീതിയിലല്ലേ, അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഫ്രണ്ട് അതിനെ കുറിച്ച് അന്വേഷിച്ചു എന്താണ് ശൈലന്റെ ലൈഫ് എന്നുള്ളത്. അപ്പൊ അവളുടെ വീടിന്റെ അടുത്തുള്ള കുറച്ച് പേരോടൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് തോന്നുന്നു എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്നോട് വന്ന് മെസ്സേജ് അയച്ചു പറഞ്ഞു നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല ശൈല പഴയ രീതിയിലേ അല്ല നീ. അപ്പൊ ഞാൻ അടുത്ത് കണ്ട സമയത്ത് തന്നെ ഒരുപാട് മെലിഞ്ഞു ക്ഷീണിച്ച് ഭയങ്കര ടയേർഡായ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. ഇതൊന്നും ഇപ്പൊ അടുത്തുള്ള സംഭവങ്ങളൊന്നും കേട്ടോ, ഒരു 6 മാസം 7 മാസം മുന്നേ ഒക്കെ ആയിരിക്കും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. കാരണം എന്റെ ഫോണ് ജസ്റ്റ് മാറിയോണ്ട് അല്ലെങ്കിൽ ഞാൻ വോയിസ് നോട്ട് തന്നെ ഷെയർ ചെയ്യാനും ശാലന്റെ വോയിസ് നോട്ട് തന്നെ ഷെയർ ചെയ്യാനും ഓളെ പ്രയാസങ്ങളല്ല ഓളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഒരിക്കലും കുറ്റപ്പെടുത്തലായിട്ട് ഓളത്ത് വരെ പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. അപ്പൊ നമുക്കിനെ ചിന്തിച്ചാൽ അറിയാലോ, ഒരു പരിപാടിക്കും വരില്ല, ഒരു പരിപാടിയിലും പങ്കെടുക്കില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എല്ലാം പറയും ഹസ്ബൻഡിന്റെ വീട്ടിലാന്ന് പറയുമ്പോ നമ്മളെ ചോദിക്കും എന്താ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് ചോദിച്ചു പോന്നാ പോലെ പറയുമ്പോ അതൊന്നും ചോദിക്കില്ല എന്നുള്ള രീതിയിലുള്ള അല്ല, ഞാൻ എല്ലാം ഓളെന്നെ സ്വയം തീരുമാനിച്ച പോലെ ആ രീതിയിൽ അങ്ങ് പറയും. അപ്പൊ തന്നെ കുറെ കാര്യങ്ങളായി എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മളിപ്പോ സിസ്റ്ററിലോനെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങളോട് പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേങ്കിൽ സിസ്റ്ററിനോട് എനിക്കിപ്പോ ആസ് എ ഫ്രണ്ട് ആയി നിൽക്കുന്ന സമയത്ത് ആസ് എ സിസ്റ്റർ എനിക്ക് പറയാം, കാരണം ഞാൻ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ഒരു ഫ്രണ്ടായി നിൽക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ഫ്രണ്ടിനോട് ഇപ്പൊ ഒരു ലിമിറ്റ്
വെച്ചിട്ടല്ലേ നമുക്ക് സംസാരിക്കുള്ളൂ അല്ലെങ്കിൽ ഷെയർ ചെയ്യുള്ളൂ. അല്ലാതെ അതിന്റെ അത്ര ക്ലോസ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ആയാലല്ലേ നമുക്ക് കുറെ കാര്യങ്ങളോട് പറയാൻ പറ്റും. അപ്പൊ ഈ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്നോട് പറഞ്ഞില്ലല്ലോ എന്നുള്ളത് ചിന്തിക്കൂടെ. അതെ, ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും മനസ്സിലാക്കാനേ പറ്റുന്നതും? ഈ ചേച്ചി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇന്റർഫിയറിനകത്ത് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ ഫാമിലി ലൈഫിനകത്ത്. പെൺകുട്ടി പോകുന്നതിന് പല കാരണങ്ങളൊക്കെ വന്നിട്ടുള്ളതിനകത്ത് ഈ കാരണങ്ങളൊക്കെ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം അങ്ങനൊന്നും അനുഭവിക്കാതെ ഇങ്ങനൊന്നും എടുക്കാതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊന്നും വരത്തില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആ ഹസ്ബൻഡ് തന്നെ പറയുന്നുണ്ട് 8 വർഷം ഒന്നും ജീവിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഗൾഫിലോട്ടൊക്കെ പോയത്, പിന്നെയും പോയിട്ട് വന്ന് നിന്നത്. അപ്പം അത്രയും നാൾ നിന്നൊരാളെ സംബന്ധിച്ച് ഭർത്താവിനെ കുറിച്ച് കുറ്റങ്ങളും കാര്യങ്ങളൊന്നും മറ്റാരോടും പറയാതിരിക്കുന്ന ഒരു സ്ത്രീ ആകുമ്പോഴത്തേന് ഈ പറയുന്ന റീസൺസ് ഉണ്ട്. പക്ഷേ ഈ റീസൺ എല്ലാം ഇങ്ങനെ പോകുമ്പോഴത്തേക്കിന് അവരിപ്പോൾ എത്രയൊക്കെ റീസൺ ഉണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു ഒളിച്ചോട്ടത്തിലേക്കാണ് പോകുമ്പോഴത്തേക്കിന് അതെല്ലാം ഇവർക്ക് നേരെ തിരിഞ്ഞടിക്കും, കംപ്ലീറ്റ്ലി തിരിഞ്ഞടിക്കും. ആ തിരിഞ്ഞടിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ സോഷ്യൽ മീഡിയയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നതും അവർക്കെതിരെ പല രീതിയിലുള്ള പല കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതും. ഇതെല്ലാം ഇതിൻ്റെ ഒരു റീസൺ തന്നെയാണ്. നമുക്കിപ്പോൾ എനിക്കല്ലേ അറിയാവൂ ഞാൻ അനുഭവിക്കുന്ന റീസൺ എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ നിങ്ങൾക്കും അറിയാമല്ലോ നിങ്ങൾ അനുഭവിക്കുന്ന എന്തൊക്കെയാണെന്നുള്ളത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും പോട്ടെ, എവിടെയാണെന്ന് വെച്ചാൽ നല്ലതായിട്ട് പോട്ടെ. പോകുമ്പോഴത്തേക്ക് ആ കുഞ്ഞിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ആക്കിയെടുത്ത് എല്ലാം ക്ലോസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോട്ടെ. അപ്പം ശരി.